ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന പടത്തിൻ്റെ റിവ്യൂ വാഴ എന്താണ് എന്ന സിനിമയുടെ റിവ്യൂ ആണ്. അതിൻ്റെ ഫുൾ നെയിം എനിക്ക് അറിഞ്ഞുള്ളത് അതുകൊണ്ടാണ്. ദ ലൈഫ് ഓഫ് എ ബില്യൺ ഡേയ്സ് എന്ന സിനിമയുടെ റിവ്യൂ ആണ്. പടത്തിൻ്റെ കാസ്റ്റ് ഫസ്റ്റ് പറയാം. ജോമോൻ ജ്യോതിർ, സിജു സണ്ണി, മീനാക്ഷി ഉണ്ട്, കൃഷ്ണധാര എനിക്കറിയില്ല, പിന്നെ സാഫ് ബ്രോസ്, അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് പിന്നെ ഹാഷർ, റീൽസുള്ള ഹാഷർ, പിന്നെ ജഗദീഷ് ഏട്ടൻ, കോട്ടയം നസീർ, അസീസ് നെടുമങ്ങാട്, ആബി ഏട്ടൻ, പിന്നെ ഒക്കെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ സ്മിനു സിജോ ഉണ്ട്. ഇത്ര പേരാണ് പിന്നെ ബേസിൽ ജോസഫ്, വേറെ പിന്നെ മറ്റുള്ളവരുടെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഇത്ര പേരെ ആണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പടം കണ്ടിട്ടോ, അടിപൊളി പടം. ഇന്നലെ ദേവര കണ്ടിട്ട് 9:50 ആണ് ഞാൻ പ്രീവിയർ കണ്ടപ്പോൾ അത് കണ്ടിട്ട് ഞാൻ സന്തോഷത്തോടെ 12:50 സിനിമ കഴിഞ്ഞത്. അപ്പോൾ സന്തോഷത്തോടെ ഇറങ്ങി പടത്തിൻ്റെ റിവ്യൂ ഇട്ടപ്പോൾ അടുത്തേക്ക് 2:20 ആയി. പിന്നെ അത് ഉറങ്ങി. പിന്നെ ഉറങ്ങി എണീറ്റപ്പോൾ എന്തോ ഒരു 12 മണിയൊക്കെ ആയിടേ. അത് വേറെ വെറ്റ്. സുബി നിസ്കരിക്കാൻ വേണ്ടി എണീറ്റത് ഒന്ന് ഉറങ്ങിപ്പോയി. പിന്നെ എണീറ്റ 12 മണിക്കാണ്. അത് ഇവിടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുളിച്ചിട്ടൊക്കെയാണ് ഈ പടം കിട്ടുന്നത് കണ്ടത്. ഇപ്പോൾ അടിപൊളി പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ആനന്ദ് മേനോനാണ്. ചിലവർക്കൊന്നും മനസ്സിലായിട്ടുണ്ടല്ലോ ഇത് ഏത് ഡയറക്ടറുടെ എന്ന് ചോദിക്കും. പുതുമുഖ ഡയറക്ടറാണോ എന്നും ചോദിക്കും. എന്നാൽ എനിക്ക് പറയാനുള്ളത്, ഈ ഡയറക്ടർ ഒരു പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നീരജ് മാധവൻ്റെ ഒരു പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് IMDb 6.3 ആണ് കിട്ടിയിരിക്കുന്നത്. ആ പടം എനിക്ക് ഇഷ്ടമുള്ളൊരു സിനിമയാണ്. നല്ല സ്റ്റോറി വൈസാണ്, സ്ക്രീൻ പ്ലേ വൈസാണെങ്കിൽ അതൊക്കെ ഇഷ്ടമുള്ള ഒരു പടം. ഒക്കെ കൊള്ളാവുന്ന ഒരു പെർഫോമൻസസ് വൈസാണെങ്കിലും എന്താണെങ്കിലും എന്ത് വെച്ച് നോക്കുമ്പോഴും ആ പടം ഒരു നല്ലൊരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തതെന്ന് അറിയില്ല. വേറൊരു പടത്തിൻ്റെ പേരുമല്ല പറഞ്ഞത്, ഗൗതമൻ്റെ രഥം. ആ പടത്തിൻ്റെ ഡയറക്ടറാണ് ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ബോഡി ഡയറക്ഷൻ ഭയങ്കര 2ാമത്തെ പടം ഓട്ടത് എന്തായാലും പൊളിച്ചടുക്കിയിട്ടുണ്ട്. പിന്നെ പ്രൊഡ്യൂസിങ് ഒരാളെ മാത്രമേ എനിക്കറിയുള്ളൂ. വിപിൻ ദാസാണ് ഈ സിനിമയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്തിരിക്കണതും സ്റ്റോറി ചെയ്തിരിക്കണം അങ്ങേരാണ്. പിന്നെ സംഭാഷണം അതൊക്കെ സംഭാഷണം അങ്ങേരെന്ന്, തിരക്കഥ അങ്ങേരെന്ന്, 3 അങ്ങേരാണ്. ഡയറക്ഷൻ മാത്രം ആനന്ദ് മേനോൻ അങ്ങേർക്ക് ഡയറക്റ്റ് ചെയ്യായിരുന്നു. പക്ഷേ ഡയറക്ടർ വില്യൻസാണ്. കഥ സൂപ്പർബ്. പെർഫോമൻസസ് എല്ലാവരും ഈ പടത്തിൽ അഭിനയിച്ച എല്ലാവരും മര്യാദയ്ക്ക് അഭിനയിച്ചിട്ടുണ്ട്. അത് ഈ പടം ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് അപ്പോൾ മനസ്സിലാവും ഇതിൻ്റെ മഹത്വം. ഈ പടം ഇഷ്ടപ്പെടുമല്ലോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് പേഴ്സണലി ഈ പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ IMDbയിലൊക്കെ ഇതിന് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 10 കൊടുക്കും. 10/10 എന്ന് കൊടുക്കും. പിന്നെ ഫസ്റ്റ് ഹാഫ് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. സെക്കൻഡ് ഹാഫും സൂപ്പർബായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട്. സെക്കൻഡ് പാർട്ടിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നല്ലൊരു പടമാവട്ടെ. അതും ഇതേപോലെ ഒരു നല്ല പടമാവട്ടെ. അല്ലാതെ നമ്മുടെ ഒരു പടം ഉണ്ടാകുന്നുണ്ടേ അതിനോളം ചേർന്ന് പറഞ്ഞ് എന്നെ തെറി വിളിക്കും. അതുകൊണ്ട് വിശ്വരൂപം ഇറങ്ങിയിട്ട് വിശ്വരൂപത്തിന് സെക്കൻഡ് പാർട്ട് ഇറക്കി കണക്കോ, ഇല്ലെങ്കിൽ സത്യമേവ ചെയ്ത് ജോണബ്രാൻ്റെ സത്യമേവ ചെയ്തേക്ക് സെക്കൻഡ് പാർട്ട് ഇറക്കി കണക്കോ ഒന്നും ആവാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പിന്നെ അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഈ പടത്തിൻ്റെ മ്യൂസിക് അനിക്കത്ത് മേനോൻ ഇതിന് വേണ്ടി പാട്ട് പാടിയിട്ടുണ്ട്. നമ്മുടെ
ഏതായിരുന്നു ആ പടത്തിൻ്റെ പേര്? ഗുരുവായൂർ അമ്പലം ഇടയിൽ ഒരു പാട്ടുമൊക്കെ പാടിയിട്ടുണ്ട്. മറ്റേ കെ ഫോർ കൃഷ്ണ എന്നുള്ള പാട്ട് പാടിയതാണ്, എന്തോ കമ്പോസ് ചെയ്ത് അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് സന്തോഷമുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രഫി എന്താണ്, അരവിന്ദ് പുതുശ്ശേരി എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിൻ്റെ ഇത് ചെയ്തിരിക്കുന്നത്. പൊളി, വേറെ ലെവൽ എന്നാണ് പറയാനുള്ള. വേറൊന്നും പറയാനില്ലടേ, കാര്യങ്ങളൊന്നും നോക്കിയില്ല കേട്ടോ, സോറി. മറ്റുള്ള പ്രൊഡ്യൂസേഴ്സിൻ്റെ പേരൊന്നും നോക്കിയില്ല, അത് സോറി, മാത്രം പറയാനേ പറ്റുള്ളൂ. പടം കണ്ടവരുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലിരുന്നിട്ട് പറയാം. എനിക്ക് ഇപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരു ദിവസം ഞാൻ പറഞ്ഞിരുന്നു, യൂട്യൂബിൽ ചാനലിൽ കമൻറ്റ് ഓണാക്കാൻ നോക്കിയിട്ട് ഓണാവണമെന്നൊന്നുമില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, പക്ഷെ ഒന്നും ഓണാവണില്ല, അല്ല ആവണമെന്നില്ല. അതുകൊണ്ടാണ് സോറി. അതുകൊണ്ട് പിന്നെ ഏതെങ്കിലും പടം കാണണമെന്ന് എനിക്ക് തോന്നിയിട്ട് അതിൻ്റെ റിവ്യൂ ചെയ്യണമെന്ന് എന്നോട് എന്തെങ്കിലും പറയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID പറയാം. അത് ചാനൽ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്, ധൈര്യമായിട്ട് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഈ വീഡിയോ ഞാൻ ടെലിഗ്രാം ചാനലിലും കൂടി ഇട്ടേക്കാം, ഇരുന്ന് ആസ്വദിക്കുവിൻ. പിന്നെ ഞാൻ 2-3 ദിവസം മുമ്പത്തെ മറ്റേ 21-ാം തീയതി എന്ന് തോന്നുന്നു ഗൈസ്, അല്ല സോറി 21-നൊന്നുമല്ല, കറക്റ്റ് ഡേറ്റ് ഞാൻ മറന്നു കേട്ടോ, സോറി. ഞാൻ ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോളിന് എല്ലാവരും ഒരു പടത്തിൻ്റെ റീമേക്ക് കമ്പാരിസൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ, അതൊന്ന് കാണാൻ ശ്രമിക്കുവാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ഐക്കണിൽ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ, ഡെൽറ്റ വസ്കസ്.